ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് അൽഫോൺസമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ, സുന്ദരമായിട്ടുള്ള പിക്ചർ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1 പിക്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, എ ബ്യൂട്ടിഫുൾ പിക്ചർ, ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. അതേപോലെ തന്നെ തേർഡ് പിക്ചർ, ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. എല്ലാം പിക്ചർ ഓഫ് ലവ്, ജീവിതത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും റീഡിങ്സിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പൈൽ നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള അൽഫോൺസാമ്മയുടെ സന്ദേശം, അൽഫോൺസാമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 1 എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, Ace of Pentacles, Hanged Man energy, അതുപോലെ തന്നെ മൂൺ കാർഡ്. ഓക്കെ, Knight of Wands energy, 5 of Swords, നെക്സ്റ്റ് വന്നിട്ട് 7 of Wands എനർജിയാണ്. ഓക്കെ, സോ ആദ്യം തന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്ദേശം. ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ, പലരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ്. ജീവിതത്തിൽ നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ട് ഉന്നമനം നേടിത്തരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പുതിയൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ്. നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ജീവിതത്തിൽ ഇതുവരെ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് കരിയറും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഒരു പുതിയൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അൽഫോൺസാമ്മ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതും, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾ മുന്നേറുന്നത്. ഇപ്പോൾ അടുത്തിടയ്ക്ക് എന്തെങ്കിലും റിസ്ക്, ഫിനാൻഷ്യലായിട്ട് റിസ്ക് എടുത്തിട്ടുള്ളവർ അത് റിസ്ക് ആയിപ്പോയി എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഭയം ഉള്ളിൽ വരുന്നുണ്ട്, ഇതൊരു നഷ്ടക്കച്ചവടമാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എടുത്തൊരു തീരുമാനം, അത് നിങ്ങൾ എടുത്ത തീരുമാനമാണ്, ഇത് എടുത്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് വിഷമിക്കാതിരിക്കുക. ഇതൊരു ഫ്രഷ് ന്യൂ ബിഗിനിങ് ആയിട്ട് ഇരിക്കുക. തീരുമാനം എടുത്തു, അതിനുവേണ്ടി ഇപ്പോൾ മുതൽ മുടക്കിയിട്ടുണ്ട് എങ്കിൽ അത് മുതൽ മുടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുക. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു തീരുമാനം എടുത്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് പറയാം, അത് വലിയ റിസ്ക്കായി പോയിട്ടോ, അതങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പോൾ നമ്മൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുള്ള തീരുമാനത്തെക്കുറിച്ച് പുനർചിന്തിക്കാൻ തുടങ്ങും. അതായത് തീരുമാനം എടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയാം. എപ്പോഴും നമ്മുടെ ആ ഒരു ചുറ്റുപാടുമുള്ള പലരുടെയും രീതിയാണ്, ഇതിങ്ങനെ ആയിപ്പോയി എന്നൊരു വാക്കിട്ട് തരും. അത് കേട്ടിട്ട് നിങ്ങൾ അതിൽ പിടിച്ചിട്ട് ഇരുന്ന് വിഷമിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി നിങ്ങളത് റിസ്ക് ആണെന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് സൃഷ്ടിക്കുന്നത്? നെഗറ്റിവിറ്റി. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാണ്, അത് റിസ്ക് ആയിരുന്നു, അതിലെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ലോസ് ഉണ്ടാവും. നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളോട് തന്നെ നിങ്ങൾ നൽകുന്ന സന്ദേശമാണ്, എനിക്ക് ഇതിൽ നഷ്ടം വരണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അതിലേക്ക് കൊടുക്കുന്ന സന്ദേശം. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സൂചിപ്പിക്കുന്നത് ദെർ ഈസ് വണ്ടർഫുൾ പൊട്ടൻഷ്യൽ. വിജയത്തിലേക്കുള്ളൊരു പാത വെട്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ശക്തമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ആരോഗ്യം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, എല്ലാ അർത്ഥത്തിലുമുള്ളൊരു നേട്ടമാണിത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ്, സോൾ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വണ്ടർഫുൾ ആയിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് തിങ്സ് ആർ കമ്മിങ് ടു യു.
ആ ഒരു മെസ്സേജാണ്. വിഷ്വലൈസ് ചെയ്യുക, വിഷ്വലൈസ്, അട്രാക്ട് ആൻഡ് ആക്ട്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുന്നത് അതിനനുസരിച്ച് ആ സങ്കല്പം ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ആ ഒരു അട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് വെറും സങ്കല്പമായിരിക്കും, പക്ഷേ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കപ്പോൾ മുന്നോട്ടേക്ക് ആക്ട് ചെയ്യാനായിട്ട് തോന്നും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കും. നിങ്ങൾ ആക്ട് ചെയ്യുമ്പോൾ അത് സത്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. ഇവിടെ ഒരു ഹാങ്ഡ് മാൻ എനർജി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ എനർജി അല്ല. ഈ ഒരു എനർജി നിങ്ങളുടെ ചുറ്റുമുള്ള ആരുടെയോ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഇതാണ് ഇവിടുത്തെ ഒരു എനർജി, ഒരു നെഗറ്റീവ് സെൻസാണ്. ഈ ഒരു സിറ്റുവേഷനിൽ മാലാഖമാർ നിങ്ങളെ സഹായിക്കുന്ന ഒരു സിറ്റുവേഷനേക്കാൾ കൂടുതൽ നിങ്ങളോട് ചുറ്റും നിൽക്കുന്ന ആളുകൾ നിങ്ങളെ പുഷ് ചെയ്യാണ്. നിങ്ങളിവിടെ സ്റ്റക്കാണ്, പക്ഷെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരമാണ് ഇവിടെ. നിന്നെക്കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ ആയി, നമ്മൾ ജസ്റ്റ് അത് ഇനി അങ്ങോട്ടേക്ക് അത് അങ്ങനെ ആയിപ്പോയി, നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഇനി മുന്നോട്ടേക്ക് നീങ്ങാൻ എന്നുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കേൾക്കാനോ കാണാനോ ആയിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ളൊരു ചിന്തകളും മറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിനെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ലൈഫിൽ പല കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പലരും പല രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവാം, പക്ഷേ നമ്മൾ ഒരിക്കലും സ്റ്റക്കാണ്, ഒരിക്കലും പുറത്തു വരില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക. ചില ആളുകൾ അപ്പോൾ ചിലപ്പോൾ അവർ മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല. നിങ്ങളോട് അടുപ്പമുള്ള അത്രയും കണക്ഷനുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഒരു കാര്യം പറയുന്നത് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇത് വിട്ട് കളഞ്ഞേക്ക്, ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട, നിങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന അവർ സ്വയം ഒരു നെഗറ്റീവ് വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് നെഗറ്റീവ്സ് ആണ് കാണാൻ പറ്റുള്ളൂ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങളും ആ നെഗറ്റീവ്സ്, അവർ നിങ്ങളിലേക്ക് കൂട്ടിത്തരുന്ന നെഗറ്റീവ്സ് ആണ് കാണുന്നതെങ്കിൽ യു വിൽ ബി സ്റ്റക്ക് ഫോർ എവർ. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ടൊരു വഴിയുമില്ല, ഒരു രക്ഷയുമില്ല. ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങളവിടെ പെട്ടുപോയത് കൊണ്ടല്ല, നിങ്ങൾക്ക് കുറച്ച് സമയം തരുകയാണ് ആ പ്രപഞ്ചശക്തി. അതായത് ആലോചിക്കൂ, ഇതാണോ നിങ്ങളുടെ വഴി. കാരണം ഇത് ആലോചിക്കാൻ സമയം തരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വഴി നിങ്ങളുടെ വഴി അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഡൗട്ട് വരുന്നുണ്ട്, ഇത് ശരിയല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ എന്നുള്ളത്. ആ ഒരു ഡൗട്ടും നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ള മറ്റാരെങ്കിലും ആയിരിക്കും, അത് നിങ്ങളുടെ സ്വന്തം ഡൗട്ടായിരിക്കില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഡൗട്ട് ആ പ്രപഞ്ചശക്തിക്ക് കൈമാറുകയാണ്. അതായത് ഇത് തന്നെയാണോ ശരി, ഇത് സത്യമാണോ, ഇതാണോ എൻ്റെ വഴി എന്നുള്ളൊരു സംശയം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റക്ക് സിറ്റുവേഷൻ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് തരുന്നു. തിങ്ക്, ശരിക്കും നിങ്ങൾക്ക് ഇതാണോ വേണ്ടത് അതോ ഇതല്ലയോ, നിങ്ങൾ തീരുമാനിക്കൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ക്ലാരിറ്റി ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നത്? കാരണം ഇവിടുത്തെ എനർജി മൂൺ കാർഡാണ്. മൂൺ ഇസ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എവിടെയുണ്ട്. മൂൺ എനർജിയാണ്, സ്ട്രെങ്ത്. അതായത് നിങ്ങൾക്കൊരു വ്യക്തതയില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങും? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്ലാരിറ്റി, ആ ഒരു ഇല്യൂഷൻ നിങ്ങൾ പുറത്ത് കടക്കുക, ആ മറച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പുറത്ത് കടന്ന് ഫേസ് ദ ട്രൂത്ത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭയത്തെയാണ് അതിജീവിക്കേണ്ടത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പല കാര്യങ്ങളും, നിങ്ങളുടെ ഫിയേഴ്സാണ് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്നെബിലിറ്റി ടു പ്രോസസ് ആ ഒരു എക്സ്പീരിയൻസ്, മെൻ്റൽ കൺഫ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആങ്സൈറ്റിയും ഫിയറും ഒക്കെ ഉണ്ടാവും. പല കാര്യങ്ങളും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും, തെറ്റായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും പല കാര്യങ്ങളും. അപ്പോൾ ഇവിടെ വേണ്ടുന്നത് ഈ ഒരു ഹാങ്ഡ്മാൻ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇത് സ്റ്റക്കായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് തന്നിരിക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു സംശയം ജനിച്ചതായിട്ട് കാണുന്നു. ആ ഒരു സംശയം ഇത് ശരിയായ തീരുമാനമായിരുന്നു എന്നുള്ളതാണെങ്കിൽ ആ പ്രപഞ്ചശക്തിക്ക് നിങ്ങൾക്ക് സമയം തന്നതാണ്. ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുക. അതായത് ഇതാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതല്ല എനിക്ക് വേണ്ടത് എങ്കിൽ അത് അവിടെ നിർത്തി മുന്നോട്ടേക്ക് പോവുക. അതല്ല എങ്കിൽ അതുവഴി മുന്നോട്ടേക്ക് പോവുക. ഏത് വഴിയാണ് എങ്കിലും ഈ തെളിച്ചമില്ലായ്മയാണ് ഇവിടെ കാണുന്നത്. ഈ തെളിച്ചമില്ലായ്മ നിങ്ങൾ മൂൺ എനർജിയിൽ നിന്ന് സണ്ണിലേക്ക് മാറുകയാണ്. ഈ തെളിച്ചമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ തെളിഞ്ഞ സൂര്യപ്രകാശത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തത നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊരു നെഗറ്റീവ് എനർജി ഒന്നും തന്നെ അല്ല. നിങ്ങൾ തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് നൈറ്റ് ഓഫ് വോൺസ് എനർജി. ഈ ഒരു നൈറ്റ് ഓഫ് വോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
അധ്വാനം, അതായത് നമ്മൾ നിങ്ങളുടെ പല അധ്വാനത്തിനും ഉള്ളൊരു പരിഗണന, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അത്ര രീതിയിലൊന്നും നിങ്ങൾ വർക്ക് ചെയ്തതിനൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഇപ്പോഴും ആ ഒരു സർക്കിളിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ല എന്നവരെ സംബന്ധിച്ചിടത്തോളം. പാഷൻ, നമ്മൾ ലൈഫിൽ എന്താണ് പാഷൻ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം. അവർ ചിന്തിക്കുക മറ്റൊരാളുടെ ലൈഫാണ്, കാരണം അവർ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന അവർ സക്സസ് ആയി എന്ന് മാത്രമാണ്, അവർ വിജയിച്ചിരിക്കുന്നു. പക്ഷെ ആ വിജയം വരെ എത്താൻ അവർ എത്ര തവണ വീണു പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. പലപ്പോഴും നമ്മൾ പല ആളുകളെ നോക്കുമ്പോൾ അവർ ഇതാണ് എന്നുള്ളത് കാണുന്നുണ്ടാവും. പലരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും സിറ്റുവേഷൻസ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലെ സീക്രറ്റ്സ് എല്ലാം എല്ലാവരോടും വിളിച്ച് പറയാതിരിക്കുക, പ്ലാൻസ് ഒന്നും പുറത്ത് പറയാതിരിക്കുക. ലൈഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന പല രീതിയിലും പല കാര്യങ്ങളും ജീവിതം ഒത്തിരി പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നത് നിങ്ങളെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്ന പോലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവാം. എല്ലാവരും അറിയണമെന്നില്ല. പിന്നെ എത്ര അടുപ്പമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ചിലപ്പോഴൊക്കെ രക്തബന്ധങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു സക്സസ് ആവുന്നു എന്നറിയുമ്പോൾ ചെറുതായിട്ടൊരു സങ്കടം, ഒരു നെഗറ്റീവ് ഫീലിംഗ് മറ്റൊരാൾക്ക് വരാം. കാരണം ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ഒരേ പൊസിഷനിലല്ല. അവർ ചിലപ്പോൾ നിങ്ങളെപ്പോലെ എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ അവർ മനഃപൂർവ്വം ചെയ്യുന്നു എന്നുള്ളത് അവരൊരു ചീത്ത വ്യക്തി എന്നുള്ളതല്ല. എല്ലാവരും മനുഷ്യരാണ്. ചെറിയൊരു സങ്കടം തോന്നും എനിക്ക് അങ്ങനെ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അതൊരു നെഗറ്റീവ് സിറ്റുവേഷനാണ്, കാരണം നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തതിനു ശേഷം മാത്രം പറയുക എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് ഒരു തരത്തിലും നെഗറ്റീവ് ഫീലിങ്സോ ആ ഒരു രീതിയിൽ വരില്ല എന്നുള്ളവരോട് മാത്രം ആ ഒരു കാര്യം ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ഒരു നെഗറ്റീവ് ഫീലാണിത് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. 5 ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ. ചില ആളുകളെ സംബന്ധിച്ചും ഒരു വലിയ സന്തോഷ വാർത്തയാണ്. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസ് നിങ്ങളോട് പെരുമാറുന്ന രീതി വളരെ ഒരു സ്ലേവിനോടൊക്കെ പോലത്തെ പെരുമാറ്റമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോടൊരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരുന്നില്ല. ഇങ്ങനെയുള്ള ജോലി നിങ്ങൾ കുറേ നാളായിട്ട് മാറണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതിൽ നിന്ന് മാറാനുള്ള അവസരം നിങ്ങൾക്ക് വരികയാണ്. അത് ആരോ വഴി അറിഞ്ഞ് മറ്റൊരു ജോലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ജോലിയിൽ നിങ്ങൾ മുന്നേറാൻ പോകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. സക്സസ് ആണ് സൂചിപ്പിക്കുന്നത്. ലൈഫിലെ പല കാര്യങ്ങളിലും നിങ്ങൾ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം. അതാണ് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും. ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളൊരു സൂചന ഇവിടെ തരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ, ഒരു പക്ഷേ ചില ആളുകളിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോസ് ചിലപ്പോൾ ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ടാവും, വേറെ മറ്റിടത്തേക്ക്, ചിലപ്പോൾ പ്രൊമോഷനോട് കൂടിയിട്ട് മറ്റിടത്തേക്ക് പോകുന്നതോ എന്തോ സിറ്റുവേഷൻ. നിങ്ങളൊരു ഫ്രീഡം ലഭിക്കുകയാണ് ഇവിടെ എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു എസ്കേപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലധികാരികളിൽ നിന്നൊരു രക്ഷപ്പെടൽ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടുന്നതായിരിക്കാം മറ്റൊരിടത്തേക്ക്. എന്തായാലും ജോലിയിലൊരു മാറ്റം കാണിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം തരുന്ന മാറ്റം കൂടിയിട്ടാണ്. നല്ലൊരു സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്ന തലത്തിലേക്കും കരിയറിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം കുറച്ച് നാളായിട്ട് നിങ്ങളുടെ എനർജി 7 ഓഫ് വൺസ് എനർജി സിറ്റുവേഷൻസിലാണ്. അതായത് കുറച്ചധികം കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത് എങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു കരകയറ്റം എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ്. പല ചാലഞ്ചസും നിങ്ങളെ എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വേണ്ടി വന്നിട്ടുള്ളെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സക്സസ്, നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 8 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ പ്രണയമാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ പ്രണയമാണ് എന്ന് പറയുമ്പോൾ തന്നെ 8 ഓഫ് കപ്സ് എനർജിയാണ്. ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്തെന്ന് ഇത് പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി ഇതുവരെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ബന്ധം
പ്രണയമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, പക്ഷേ ഇതുവരെ നിങ്ങൾ പൂർണ്ണമായിട്ട് അതൊന്ന് പുറത്ത് കടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു പരിധി വരെ അതൊന്ന് പുറത്ത് കിടക്കുകയാണ്. പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു പ്രണയം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം നമുക്ക് നോക്കാം. ഓക്കെ, അൽഫോൺസാമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പൈൽ നമ്പർ 2 അൽഫോൺസാമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. പൈൽ നമ്പർ 2. King of Cups, Tower moment, Wheel of Fortune, Page of Pentacles, Nine of Pentacles, Strength card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു എനർജി, കിങ് ഓഫ് കപ്സ് എനർജി പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പലരും പല സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യത്തെ എങ്ങനെ എതിരിടണം, അല്ലെങ്കിൽ എങ്ങനെ സാഹചര്യത്തെ അഭിമുഖീകരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ നമ്മളൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് പലയിടങ്ങളിലും കാണിക്കാറില്ല. കാരണം നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ അതിൽ നിന്നൊരു മാറ്റമാണ്, ഒരു ബാലൻസാണ്. ഡിപ്ലോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് വികാരത്തിന് അടിമപ്പെട്ടിട്ട്, ഇപ്പോൾ നമ്മൾ പറയും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ആരോടൊന്നും പറയാതിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അത്യധികം സന്തോഷമുള്ള സമയത്ത് ആർക്കും ഒന്നും പ്രോമിസ് ചെയ്യാതിരിക്കുകയാണ്. കാരണം നമ്മൾ ഒത്തിരി സന്തോഷം ഉണ്ടാകുമ്പോൾ ഒത്തിരി പ്രോമിസസ് ഒക്കെ കൊടുക്കും, പക്ഷേ ആ സന്തോഷമൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോഴായിരിക്കും അത് ഇച്ചിരി കൂടിപ്പോയി എന്ന് തോന്നുക. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഒരാളോട് എന്തും പറയും, കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും ചിന്തിക്കുന്നത് അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. ഇവിടെ ഒരു ഡ്രാമ കിങ്, ഡ്രാമ ക്വീൻ അല്ലെ, നമ്മൾ പൊതുവേ ഡ്രാമ ക്യൂൻ എന്നാണ് പറയുന്നതെങ്കിൽ ഡ്രാമ കിങ്, ക്വീൻ എന്തുമാവാം. അതായത് നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ടെമ്പർമെൻ്റൽ, അതായത് മൂടി, എപ്പോഴും ഒരു മൂഡ് ഓഫ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു മൂടി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ മുതലെടുക്കാതിരിക്കുക. അതായത് നമ്മൾ പല സിറ്റുവേഷനിലും മുതലെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് എന്താണ് എന്നുള്ളത്. കാരണം പലപ്പോഴും നമ്മൾ വികാരധീനരായിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മറ്റു വ്യക്തികളോട് അവർ നമ്മൾ പറയുന്നത് മാനിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് കാണുമ്പോൾ ഞാൻ നിനക്ക് അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന ഒരു രീതി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ചില ആളുകളിൽ കാണുന്നുണ്ട്. അത് പറഞ്ഞ് മറ്റൊരാളെ മുതലെടുക്കാം. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ മറ്റുള്ളവരെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതേപോലെ ഇത് തിരിച്ചും ആവാട്ടോ, കാരണം നിങ്ങളായിരിക്കില്ല ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത്, മറ്റൊരു വ്യക്തിയായിരിക്കും നിങ്ങളോട് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി അങ്ങനെയാണ് എങ്കിലും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. കാരണം ഈ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ ആ ചെയ്തു തന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് നിങ്ങളുടെ ജീവൻ തന്നെയായിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുക. നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവും, സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവരുടെ മകനെയോ മകളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന സാഹചര്യം. അതായത് പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അവർ സഹായിച്ചത് കൊണ്ട് അവർ പറയുന്ന എന്തും ചെയ്യണം എന്നുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു വ്യക്തി നിങ്ങളെ സഹായിച്ചു, അതൊരു സഹായം എന്ന് അവർ പറയുന്നുണ്ട് എങ്കിൽ, സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സഹായിച്ചതുകൊണ്ട് നിങ്ങളെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവിടെ തന്നെ ആ ഒരു സഹായം എന്ന വാക്കിന് തന്നെ അർത്ഥമില്ലാതെയാവും. അതൊരു കടമായിട്ടാണ് തന്നത് എങ്കിൽ അത് തന്ന കാര്യം തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലും അവർ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്. അതേപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നൊരു സിറ്റുവേഷനാണ്.
ഇവിടെ നിങ്ങളൊരു ഉയർന്ന പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. ആ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നത് കാണുമ്പോൾ പലരും ഇതുവരെ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്ന ആളുകളൊക്കെ തിരിച്ചു നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ബുദ്ധിപരമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങളൊന്നുമല്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാത്തവർ നിങ്ങളെല്ലാം ആയപ്പോൾ കൂടെ നിർത്തണോ എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. പിന്നെ ടവർ മൂവ്മെൻ്റ് ആണ് ഇവിടെ ഒരു സ്ട്രോങ് മെസ്സേജ്. ടവർ മൂവ്മെൻറ്റ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ഈ ഒരു ടവർ മൂവ്മെൻ്റ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജി അല്ല. ഇപ്പോൾ ടവർ മൂവ്മെൻറ്റ് പലരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം. ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും ഇതുവരെ പലർക്കും അല്ലെങ്കിൽ ചെയ്തു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ റിഫ്യൂസ് ചെയ്യാണ്. ഒരു ഇങ്ങനെയല്ല മുന്നോട്ടേക്ക് പോകേണ്ടത്, ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു അഴിച്ചുപണി ആവശ്യമാണ് എന്നുള്ളത്. നമ്മൾ പറയുമല്ലോ വീണ്ടും ഒരു റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാം തകർത്ത് വീണ്ടും പണികൾ തുടങ്ങുക എന്നുള്ള രീതിയിലാവും. അപ്പോൾ റീബിൽഡിങ് യുവർ ഫൗണ്ടേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് കൂട്ടിയ പല കാര്യങ്ങളും ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ അത് തച്ചുടച്ച് വീണ്ടും സൃഷ്ടിക്കുകയാണ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ കെട്ടിപ്പടുത്തിട്ടുള്ളത് നിങ്ങൾ ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ള മറ്റാരുടെയെങ്കിലും ചിന്തയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഈ മറ്റുള്ളവരുടെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ടല്ല, നിങ്ങളുടെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു ടവർ എനർജി എന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ചിട്ടുള്ളൊരു താത്വികമായിട്ടുള്ള അവലോകനം എന്ന് പറയാം. ഒരു ഇവാലുവേറ്റ്, ഡയറക്റ്റ്, കൺസ്ട്രക്ട്, എസ്റ്റാബ്ലിഷ്, അലൈൻ എല്ലാം വാല്യൂ ചെയ്യാണ്, റിവ്യൂ ചെയ്യാണ്. നിങ്ങൾ റിവ്യൂ ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾ വീണ്ടും ഇനി എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വെളിച്ചം, അതായത് ആ ഒരു പാൻഡമോണിയം ഓഫ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരു ബ്രൈറ്റ് ലൈറ്റ്, ആ വെളിച്ചം നിങ്ങളുടെ ആ ഒരു മാറ്റത്തിലേക്ക് അടിക്കുകയാണ് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിലേക്ക് ആ ഒരു പ്രത്യാശയുടെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടിക്കുന്നു. അതൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു ടവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ള ഈ ഒരു ടവർ ഓഫ് ഡാർക്ക്നെസ് ആയിരിക്കാം. ആ ഒരു ടവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് നിങ്ങൾ ഒരു പ്രത്യാശയുടെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ, റീബിൽഡ് ചെയ്യുമ്പോൾ, ഒരു ഫൗണ്ടേഷൻ വീണ്ടും കെട്ടിപ്പടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത്യുഗ്രൻ വിജയം എന്നൊക്കെ നമ്മൾ പറയില്ല, അത്യധികമായിട്ടുള്ള വിജയത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജി എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ്. നിങ്ങളുടെ ഫെയ്റ്റ്, നമ്മൾ പറയില്ലേ തലയിലെഴുത്ത് അല്ലെങ്കിൽ തലവിധി തന്നെ മാറ്റി എഴുതുന്ന ഒരു സാഹചര്യമാണിത്. നിങ്ങൾ പലപ്പോഴും ഇത് കാലചക്രം എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു കാര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി പ്രിപ്പയർഡ് ആവുക. നിങ്ങളുടെ ജീവിതത്തിൽ എവറിതിങ് ഈസ് ഗോയിങ് ടു ബി ബെറ്റർ, എല്ലാം നല്ലതിലേക്കാണ് പോകുന്നത്. നമ്മൾ പറയാറുള്ള പോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് എല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഈ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വരുന്ന മാറ്റത്തെ ഉണ്ടല്ലോ നിങ്ങൾ അതിജീവിക്കുക, അല്ലെങ്കിൽ ഇതൊരു ചേഞ്ചാണ്, അല്ലാതെ ഇതൊരു ചലഞ്ചാണ് എന്നുള്ള രീതിയിൽ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കാതിരിക്കാം. ഈ ഒരു മാറ്റത്തെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് വളരെ ലക്കി ആയിട്ടുള്ളൊരു സാഹചര്യമാണ്, നിങ്ങളുടെ ലക്കി ഡൈസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചിട്ട് ലൈഫ് ടൈമിലേക്കുള്ള ഒരു വലിയൊരു സന്തോഷം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് എന്നുള്ളത്. നമ്മൾ സമ്മർ അല്ലെങ്കിൽ വിൻ്ററിന് ശേഷം, കൊടും ശൈത്യത്തിന് ശേഷം നമ്മൾ ആ ഒരു സ്പ്രിംഗ് ടൈമിലേക്ക് വരുന്ന സമയമുണ്ട്.
അതൊരു പ്രത്യാശയുടെ സമയമാണ്. പിന്നീട് ചെറിയ ചെറിയ പൊടിപ്പൂക്കളൊക്കെ വിടർന്ന് വരാൻ തുടങ്ങുന്ന സമയം എന്നുള്ളത്. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ജീവിതമായി മാറാൻ പോകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി ഓഫ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് തന്നെ പറയുകയാണ് എങ്കിൽ എന്താണ് ലൈഫ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഇവിടുത്തെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷനാണ്. ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ പുറകോട്ടേക്ക് ആയിരുന്നു എങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി ലൈഫിലേക്ക് വരുന്നുണ്ട്. പുതിയ കരിയർ, പുതിയ കണക്ഷൻ, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പ്ലാൻസ് ഒക്കെ റിയാലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം. അതേപോലെ തന്നെ ഇതുവരെ കാര്യങ്ങളൊന്നും പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എങ്കിൽ എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ശരിക്കും നമ്മൾ പറയും, ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്, നമ്മൾ ചില സിറ്റുവേഷനിൽ പറയും ആളുകൾ ചിലപ്പോൾ അവർ ആ ഒരു ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള സ്ഥലത്ത് ആയതുകൊണ്ട് മാത്രം അവർക്ക് ചില അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പം അത്രയും ലക്കി ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ വരുന്ന 2 ആഴ്ച മുതൽ 2 മാസം വരെയുള്ള ഒരു സമയത്തിൽ നിങ്ങൾ ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള സ്ഥലത്ത് പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ല, അവിടെ എത്തിപ്പെടുമ്പോൾ നിങ്ങളിലേക്ക് ആ പല കാര്യങ്ങളും വന്നു ചേരുന്നു. അത് മനസ്സ് തുറന്നു പിടിക്കുക, കണ്ണ് തുറന്നു പിടിക്കുക, എന്തൊക്കെയാണ് ചുറ്റിനും സംഭവിക്കുന്നത് എന്നുള്ളത് വീക്ഷിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുള്ളൂ. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്ന മാജിക് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്ലാൻസ് ഫ്യൂച്ചറിലേക്ക് വരുന്ന രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ പലരും ഈ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. തീർച്ചയായിട്ടും പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ടു 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി വലിയൊരു മാറ്റമാണ്. അതായത് ഇതൊരു പെട്ടെന്നുള്ള വളർച്ച എന്നൊക്കെ നമ്മൾ പറയും. ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചില യൂട്യൂബ് ചാനൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെട്ടെന്നുള്ള വളർച്ച എന്ന് പറയുന്നത് അതായത് ഇന്നിപ്പോൾ ഒന്നും അല്ലായിരിക്കും, 2 ദിവസത്തിൽ തന്നെ പെട്ടെന്ന് അങ്ങ് കയറി മുന്നേറുന്നുണ്ടാവും. അതായത് കുറച്ച് നാളുകൾ, 1 വർഷത്തിൽ തന്നെ 1 മില്യൺ ആവുന്ന ആളുകളെ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. സ്ലോ ഗ്രോത്ത്, സ്റ്റഡി ഗ്രോത്ത് ആയിരിക്കും എപ്പോഴും. പക്ഷേ ഇതേപോലത്തെ ഒരു ഗ്രോത്ത്, അതായത് പെട്ടെന്നുള്ള വളർച്ച ഉണ്ടാകുന്നത്, ആ വളർച്ച പക്ഷെ നിലനിൽക്കണം. കാരണം പെട്ടെന്നുള്ള വളർച്ച പലപ്പോഴും സംഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്നായിരുന്നതുകൊണ്ട് അവർ വലിയ കാര്യമായിട്ട് അതിന് പണിയൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അത് പെട്ടെന്ന് കയറി വളർന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വളർച്ചയുടെ കഷ്ടപ്പാട് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു യുക്തി ബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എനിക്ക് ഇത് ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്, പക്ഷേ കിട്ടിയ ഭാഗ്യം നിലനിൽക്കണമെങ്കിൽ ഇനി ഞാൻ വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ബുദ്ധി അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്നത്. പക്ഷെ ചില ആളുകൾ അതൊരു ഭാഗ്യമായിട്ട് കിട്ടി, അത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നു, ഇനിയും ഇങ്ങനെ തന്നെ വന്നോളും, ഒരു തവണ ഭാഗ്യം കൊണ്ട് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഇനിയും ഇങ്ങനെ തന്നെ വരും എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്നവരുണ്ടാവും വെറുതെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അവിടെ ഭാഗ്യം സംഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുകയും വേണം. ഭാഗ്യം കൊണ്ടൊരു കാര്യം ലഭിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. അത് നിങ്ങളെപ്പോൾ മനസ്സിലാക്കുന്നു എങ്കിൽ മാത്രമാണ് സ്റ്റേബിളായിട്ട് സ്ഥിരതയുള്ളൊരു ഗ്രോത്ത് പിന്നീട് മുന്നോട്ടേക്ക് ഉണ്ടാവുന്നുള്ളൂ. ഭാഗ്യം ആ ഒരൊറ്റ തവണത്തേക്ക് വരുന്നതായിരിക്കും, പക്ഷെ നമ്മൾ പിന്നീട് ഭാഗ്യം നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ്. ഇവിടെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പക്ഷേ ഇത് വലിയ രീതിയിലുള്ളൊരു ഇഷ്യൂസൊന്നും അല്ല. ഇവിടെ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരസ്പർശം മനസ്സിലാക്കിയെന്ന് പറയുന്ന പോലെ അൽഫോൺസാമ്മ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതായാലും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പലരും നമ്മളുടെ അതായത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന സാഹചര്യത്തിൽ
അത്ഭുതകരമായി എന്ന് പറയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ കരങ്ങൾ തൊട്ട് അനുഗ്രഹിക്കുന്ന സിറ്റുവേഷൻ, ആരോഗ്യപരമായിട്ടുള്ള എന്തോ ഒരു സാഹചര്യം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കോ വരുന്നുണ്ട്. ചെറിയ കുറച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, എന്നിരുന്നാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അത് മാറിപ്പോകുന്നു. അതായത് സീരിയസ് അല്ല എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല, പക്ഷെ ആ മൊമെൻറ്റിൽ അത് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൈ തൊട്ട് അനുഗ്രഹിക്കുന്നത് മൂലം വളരെയധികം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറി മറിയുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചനയാണ്. നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു 2 ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്ന വിവാഹം കാര്യങ്ങളും ആവാം ചില ആളുകളിൽ. അടുത്ത് തന്നെ വിവാഹം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എനർജിയാണ്. വിവാഹം കഴിക്കുന്ന വ്യക്തിയും നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവാം, ഇനി ജോലി ചെയ്യുന്നാലും ഇല്ലെങ്കിലും ഒരു വളരെ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ തലയിലെടുത്ത് തന്നെ മാറിപ്പോകുന്ന സമയമാണ്. വിവാഹത്തിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് ജോലിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നുണ്ടാവാം, ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വരുന്നു. അതിനുശേഷം അവിടെ സ്ഥിരത, അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, പൈൽ നമ്പർ 2. ലെറ്റ്സ് സീ. അൽഫോൻസാമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 അൽഫോൻസാമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 3 എന്താണ് എന്ന് നമുക്ക് നോക്കാം. Queen of Swords, 4 of Pentacles, Fool energy, 4 of Cups, Moon card, 3 of Swords. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ആദ്യം തന്നെ പല കാര്യങ്ങളിലും. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് സോഡ്സ് എനർജിയാണ്. ആൻഡ് ലാസ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് ക്വീൻ ഓഫ് സോഡ്സ് ആൻഡ് 3 ഓഫ് സോഡ്സ് എനർജിയാണ്. ഈ ഒരു എനർജി കണക്ഷൻസ് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് എനർജി സൂചിപ്പിക്കുന്നത് പലതും വിട്ടുകളയേണ്ടത്, ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടത്, വെട്ടിക്കളയേണ്ടത്, മുറിച്ചു മാറ്റേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു. നിങ്ങൾ പണ്ടേ മുറിച്ചു മാറ്റേണ്ടുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങളോട് കൂടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ എനർജി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഈ ഒരു കാർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ 3 ഓഫ് സോഡ്സ് എനർജിയാണ്. 3 ഓഫ് സോഡ്സ് എനർജി നിങ്ങളുടെ ലൈഫിൽ അടുത്തിടയ്ക്ക് എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, നിങ്ങളെ ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ഒരു ബിട്രേയൽ, ഡിസെപ്ഷൻ, അതായത് ചതി വഞ്ചന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു പ്രണയത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ഏതോ ഒരു വ്യക്തി, നിങ്ങളുടെ ആശ്രിതനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെ ചതിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ച വ്യക്തി ആയിരിക്കാം, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങൾ പ്രണയിച്ച ഒരു വ്യക്തി മറ്റൊരാളുമായിട്ടുള്ള ഒരു പ്രണയമോ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് എന്തൊരു മാരേജ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എക്സ്ട്രാ മാരേജ് അഫെയർ സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. ഇപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു പ്രണയം ബ്രേക്കപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു മാരേജ് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പം മാരേജ് സിറ്റുവേഷനിൽ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയുമായിട്ട് മാരീഡ് ആണ് എന്നുള്ളതാണ്. കാരണം ഇത് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ഈ ഒരു വ്യക്തിക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ സിറ്റുവേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ചീറ്റ് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് പകൽ പോലെ വ്യക്തമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ച കാര്യമായിരുന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മാനസികമായിട്ടും അല്ലാതെയും ഒക്കെ നിങ്ങൾ അകൽച്ചയിലാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചയിൽ, സൊസൈറ്റിയുടെ കാഴ്ചയിൽ നിങ്ങളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ നിലകൊള്ളുന്നു. കാരണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത്. പക്ഷേ
ഒരു പെയിൻഫുൾ സെപ്പറേഷൻ ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു 3 ഓഫ് സോർട്സ് എനർജിയിൽ നിങ്ങൾ ഇത്രയും സങ്കടപ്പെട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി ഈ ഒരു റിലേഷൻഷിപ്പ്, ലോസ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ഒരേ കൂരയ്ക്ക് കീഴിലായിട്ട് അല്ലെങ്കിൽ ഒരേ വീട്ടിലാണ് നിങ്ങളിപ്പോഴും താമസിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു എനർജി, യു ആർ ലൂസിങ് സംതിങ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആ ഒരു വ്യക്തിയെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, മാനസികവും ശാരീരികവുമായിട്ട്. പക്ഷെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഒരേ വീട്ടിൽ ഒരേ കൂരക്കീഴിൽ താമസിക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ള പല പല കാരണങ്ങൾ, ഒരുപക്ഷെ കുട്ടികൾ, സമൂഹം, മറ്റ് പല കാര്യങ്ങളും, അല്ലെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്നുള്ളത്. ഇത് ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തിക്ക് ഒത്തിരി ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ ഒത്തിരി തവണ ക്ഷമിക്കുന്നു. പക്ഷെ ഇതൊന്നും ഈ വ്യക്തിക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ എത്ര ക്ഷമിക്കും എന്ന് ആ വ്യക്തിക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും അത് മുതലെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്ന അൽഫോൻസാമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒരു ചെടി, ഇപ്പോൾ ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളൊക്കെയുള്ള ഒരു ഗാർഡൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈഡ്രാഞ്ചിയതിൽ കാണിക്കുന്ന പോലെ പൂക്കൾ വാടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചില ബൾബ്സ് ഒക്കെ ആണെങ്കിൽ വാടിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉണങ്ങിയ പൂവ് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അതിൽ നിന്ന് കായും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എനർജി മുഴുവൻ അതിലേക്ക് എടുക്കും. അത് നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം അതിൽ നിന്നല്ല പിന്നീട് ചെടി വളരേണ്ടത്. അതിൻ്റെ കമ്പായിരിക്കും, അതിൻ്റെ ബൾബായിരിക്കും, മറ്റെന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മളത് അത് ചെടിയിൽ വയ്ക്കുന്നിടത്തോളം ചെടിക്കൊരു പ്രയോജനം ഉണ്ടാവില്ല, കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. മാത്രമല്ല ആ ചെടിയുടെ എനർജി മുഴുവൻ ഊറ്റി കുടിക്കുന്നത് അതായിരിക്കും. അതായത് ആ ചെടിക്ക് ആവശ്യം, അതായത് ശരീരത്തിന് എന്തെങ്കിലും, നമ്മൾ പറയില്ല ശരീരത്തിൽ കട്ട് ചെയ്ത് കളയേണ്ടുന്ന ഭാഗം, വേണ്ടാത്തത് ശരീരത്തിലാണെങ്കിൽ പോലും കട്ട് ചെയ്ത് കളയുന്നു എന്ന് പറയുമല്ലോ. ആ ഒരു രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ആണ് കൂടെ, ഇതൊരു ഇമോഷണൽ കണക്ഷൻ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തെറിയേണ്ടുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യേക വ്യക്തിയാവാം, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആവാം, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാവാം. നിങ്ങൾ അറിഞ്ഞിട്ടും ഇപ്പോഴും ആ വ്യക്തിയെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണ് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നതായിട്ടാണ്. പലർക്കും പല കാര്യങ്ങളുമായിട്ട് പറയാനുണ്ടാവും. നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. എന്തൊക്കെ കാരണങ്ങളാണെങ്കിലും നിങ്ങൾക്കൊരു ചോയ്സ് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും യു ഓൾവേസ് ഹാവ് എ ചോയ്സ്. നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. നിങ്ങൾ ആ ചോയ്സ് എടുക്കാൻ ഭയക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സെക്കൻഡ് മാരേജ് ആയിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മാരേജ് ഇങ്ങനെ, സെക്കൻഡ് മാരേജും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരോ വീട്ടുകാരോ ഒക്കെ എന്ത് പറയും എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വിട്ടുകളയേണ്ടതെന്ന് വിട്ടുകളയുക, കട്ട് ചെയ്യേണ്ടുന്നത് റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക എന്നുള്ളൊരു സന്ദേശമാണ് നിങ്ങൾക്കായിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ടൈം പീരീഡ് നിങ്ങൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തകളാണ്, നിങ്ങൾ എന്തൊക്കെയോ ഭയങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾക്കൊരു സ്ട്രോങ് എനർജി ഓഫ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ഡിസപ്പോയിൻമെൻറ്റ്, ഫ്രസ്ട്രേഷൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഉള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് ആദ്യമേ പറയട്ടെ, യു ഹാവ് ടു പ്രേ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏത് ദൈവത്തിലായാലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിങ്ങൾക്കിപ്പോൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് പറയുന്ന പോലെ ആ ഒരു ദൈവം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാവും. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ പറ്റുന്നതല്ല. മറ്റാരുമില്ലെങ്കിലും ദൈവം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാവും. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള ഭക്തിഗാനങ്ങൾ കേൾക്കുക, അതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, സ്പിരിച്വലി കണക്റ്റഡ് ആവുക. ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സഹായിക്കുന്ന കാര്യങ്ങളാണ്. മറ്റാരും സഹായിക്കുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റ് ആവശ്യമാണ്, ഒരു ബ്രേക്ക് ആവശ്യമാണ്. ബ്രേക്ക് ആവശ്യം എന്തിൽ നിന്നാണെന്നല്ലേ? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന്. എന്നിട്ട് നിങ്ങളുടെ സാഹചര്യം നിങ്ങളൊന്ന് റീവാലുവേറ്റ് ചെയ്യുക, പുതിയൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. കാരണം ഇവിടെ ഒത്തിരി നെഗറ്റീവ് എനർജി ഉണ്ട്. മെയിനായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുറത്തേക്ക് കടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത്,
നിങ്ങൾ ചിന്തിക്കുന്നതാണ് കേട്ടോ, സിറ്റുവേഷൻ അങ്ങനെയല്ല. കാരണം നിങ്ങളുടെ ചിന്തകൾ ശരിയാണ് എന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ചിന്ത അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെയൊക്കെ മാറ്റാണ് ചെയ്യുന്നത്. അല്ലാതെ സിറ്റുവേഷൻ ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഫീലിങ്സ് അറൗണ്ട് അബണ്ടൻസ് ആണ് നിങ്ങൾക്ക്. അതായത് സാമ്പത്തിക കാര്യത്തെക്കുറിച്ച്, പണത്തെക്കുറിച്ചിട്ട്, ഫിനാൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഗറ്റിവിറ്റിയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പോയാൽ എന്ത് ചെയ്യും, ഈ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് എപ്പോഴും. എന്നാൽ ആ ചിന്ത നിങ്ങളൊന്ന് മാറ്റി പിടിച്ച് നോക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജനറലി നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രമല്ല, ജനറലി നിങ്ങളുടെ ചിന്ത ഇങ്ങനെയാണെങ്കിൽ, ഒരു ലാക്ക് ഫീലിംഗ് ആണെങ്കിൽ, നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങാം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ഞാൻ സാമ്പത്തികമായിട്ട് ആ ഒരു രീതിയിൽ. നിങ്ങൾ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ പറയുമ്പോൾ അതെങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലല്ലോ എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല പറയുന്നത്, മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷമുള്ള സിറ്റുവേഷനാണ്. ആ സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത്. അങ്ങനെ ഫ്യൂച്ചറിലാകും എന്നല്ല ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ആണ് എന്നുള്ളത് ചിന്തിക്കുകയാണ് എങ്കിലാണ് സമയമെടുത്ത് മുന്നോട്ടേക്ക് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവ്ലി ശ്രമിക്കുക. ഐ ലീവ് ആൻ അബണ്ടൻറ്റ് ലൈഫ്, ഐ ഹാവ് മോർ ദാൻ ഐ നീഡ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആ ചിന്തയിലൂടെ മാത്രമാണ് നിങ്ങൾക്കൊരു രക്ഷ നേടാൻ കഴിയുള്ളൂ. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ സ്വയം, ഇത് പലർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, പക്ഷെ പലരും അത് ഉപയോഗിക്കാറില്ല. ഫുൾ എനർജിയാണ്. സ്വയം ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും എല്ലാവരും പുറകോട്ടേക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണോ മുന്നോട്ടേക്ക് ലൈഫിൽ പോകാൻ ആഗ്രഹിക്കുന്നത്, അതിൽ ആ ധൈര്യത്തിൽ തന്നെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു കാർഡ് ഫുൾ കാർഡാണ്, ഹാവ് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. നിങ്ങൾക്ക് പറയേണ്ടുന്ന ഈ ഒരു എനർജി പറയാവുന്ന ഒരു കാര്യം, ആ ഒരു പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ പറയേണ്ടുന്ന ഒരു അഫർമേഷൻ പറയുകയാണെങ്കിൽ, ഐ എം റെഡി ഫോർ ദിസ് അഡ്വെഞ്ചർ എന്നുള്ളത് നിങ്ങൾ പറയുക. അഫർമേഷൻസ് 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി പറയാം. ട്രസ്റ്റ് യൂണിവേഴ്സ്, ആ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക. ട്രസ്റ്റ് യുവർ സെൽഫ്. ഐ എം റെഡി എന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾക്കുള്ള. ഐ എം റെഡി ഫോർ ദിസ് അഡ്വെഞ്ചർ എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള തരത്തിലുള്ള മെസ്സേജ് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 4 ഓഫ് കപ്സ് എനർജിയാണ്. ജീവിതത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് പറയുമ്പോൾ, ചില ആളുകൾ ജീവിതം തന്നെ മടുത്തു, അല്ലെങ്കിൽ ലൈഫിൽ ഒന്നുമില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു ബോർഡമാണ്, ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത എല്ലാവരുടെയും ലൈഫിൽ നല്ല രീതി. ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം പറയും, ലൈഫ് നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും പെട്ടെന്ന് സ്ഥിരം മൊണോട്ടോണസ് ആയിട്ടുള്ള ലൈഫാണെങ്കിൽ ആ വ്യക്തിയും ചിന്തിക്കും വളരെ ബോറിംഗ് ആണ്. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എല്ലാവരുടെയും ലൈഫ് ബോറിംഗ് ആയിരിക്കും, നിങ്ങളുടെ മാത്രമല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടു പോകുന്നുണ്ട്, അത് മിസ്സിങ് ഓപ്പർച്യൂണിറ്റീസ് കാണിക്കുന്നു. അപ്പം മിസ് ചെയ്യാതിരിക്കുക പലതും. നിങ്ങൾ കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളിനി ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ പറയുന്ന ഇടങ്ങളിൽ പോകാൻ പ്രത്യേകിച്ച് സിറ്റുവേഷൻസ് ഒന്നും വേണ്ട. പോകുമ്പോൾ നിങ്ങൾ വഴിയിലൂടെ നടക്കുന്നു, മരങ്ങൾ, ചെടികൾ, വണ്ടികളുടെ ഒച്ചകൾ, ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. അതൊക്കെ ശബ്ദ കോലാഹലങ്ങൾ എന്ന് പറയുന്ന ഒരു മറ്റ് സഹജീവികളെ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഫോക്കസിങ് ഓൺ നെഗറ്റീവ് സൈഡാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ പോസിറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക. ടേക്ക് ടൈം ടു മെഡിറ്റേറ്റ് ചെയ്യാൻ സമയമെടുക്കുക. സ്ലോ യുവർ മൈൻഡ്. ലൈഫ് ഇസ് ബെറ്റർ ദാൻ ഇറ്റ് സീംസ്. നമ്മൾ കാണുന്നതിനേക്കാൾ ബെറ്റർ ആണ് നമ്മുടെ ലൈഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾ ജീവിതം വളരെ നല്ലൊരു ജീവിതത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമാണ് അങ്ങനെ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് തുടരാനും കഴിയുകയുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ്. കാരണം ഇവിടെ ഒത്തിരി എല്ലാം നെഗറ്റീവ് എനർജീസാണ് കാണിക്കുന്നത്, സ്ട്രോങ് നെഗറ്റീവ് എനർജിയാണ്. നിങ്ങൾ നോക്കുക, 4 ഓഫ് പെൻഡക്കിൾസ്, 4 ഓഫ് കപ്സ്, ഡിസാറ്റിസ്ഫാക്ഷൻ, നെഗറ്റിവിറ്റി, പണത്തെക്കുറിച്ചാണെങ്കിലും ഇമോഷണൽ വെൽബീയിങ് ആണെങ്കിലും സ്വയം ഒരു വിശ്വാസമില്ലായ്മ, ഹൃദയം തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻ, കട്ട് ചെയ്ത് കളയേണ്ട ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല, ജീവിതത്തിൽ ക്ലാരിറ്റി ഇല്ല, മൂൺകാൽ ഒന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല ജീവിതം നീങ്ങുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
ക്ലാരിറ്റി എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ലൈഫിലേക്ക് ക്ലാരിറ്റി വരും. നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ഭയമാണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത്. മനസ്സിലാക്കുക, നിങ്ങൾ സേഫാണ്. ആ ഒരു പ്രപഞ്ചശക്തി, ആ ഒരു അൽഫോൻസാമ നിങ്ങളോട് കൂടെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ്, നെഗറ്റിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കുക ഒരു മെറ്റഫോറാണ് ഇവിടെ. നിങ്ങളുടെ പെർസെപ്ഷൻ, ചിന്താഗതി മാറ്റാം. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ മാറ്റങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത്. ഈ മാറ്റങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എനർജീസ് എല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയാണ്. പക്ഷേ ഏസ് ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. ഏസ് ഓഫ് കപ്സ് എനർജി എന്താണ് എന്നുള്ളതല്ലേ? നിങ്ങൾ തന്നെ പറയാം, ഏസ് ഓഫ് കപ്സ് എനർജി എന്താണ്? ഈ ഒരു നിമിഷം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്കുള്ള ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി എന്താണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറയാം. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് ഏസ് ഓഫ് കപ്സ് എനർജി നിങ്ങൾക്കായിട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് പറയാം, കമൻറ്റിലിടുക. അത് പോസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തതിന് ശേഷം മനസ്സിൽ കമൻറ്റ് കുറിച്ച് വയ്ക്കുക, പിന്നീട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെയാണ്. പുതിയ പുതിയ കണക്ഷൻസ്, പുതിയ സൗഹൃദങ്ങൾ, അതായത് ഇമോഷണലി ഓവർവെൽഡ് ആവുകയാണ് നിങ്ങൾ. അതായത് നിങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രത്യാശ വരുന്നുണ്ട്, പുതിയൊരു ഹോപ്പാണ്, പുതിയ പ്രണയം വരുന്നുണ്ട്, ഒരു നല്ലൊരു ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട്, നിങ്ങൾക്ക് ചുറ്റും നല്ല സൗഹൃദങ്ങൾ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ദേഷ്യവും ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് സ്വയം മാപ്പ് കൊടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. നിങ്ങൾ ഹീൽ ചെയ്യാണ്, നിങ്ങൾ സുഖപ്പെടുന്നത്, നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതുവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ മാനസികമായിട്ട് തൃപ്തി അനുഭവിക്കുന്നുണ്ട്, ഫുൾഫിൽമെൻ്റ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പെർമിഷൻ കൊടുക്കുകയാണ്, ഞാൻ ജീവിക്കാൻ പോവുകയാണ് എന്നുള്ളത്. നിങ്ങൾ ആത്മവിശ്വാസം കൂടുന്നുണ്ട്, യു ഫീലിംഗ് റേഡിയൻറ്റ്, നിങ്ങൾ വളരെ സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുന്ന എനർജി. ഈ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.